ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല, ഇന്ന് നമുക്കൊരു ടിപ്സ് വീഡിയോ ആണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന 5 ശീലങ്ങളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്തൊരു വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണും അല്ലാത്ത ഒരാളുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് ടിപ്സിലോട്ട് പോയാലോ? ടിപ്പ് നമ്പർ 1: ലൈഫിൽ എപ്പോഴും ഒരു റുട്ടീൻ അഥവാ ശീലം ആക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എപ്പോ എണീക്കണം, എപ്പോ ഉറങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം എത്ര മണിക്കാണ് ചെയ്യേണ്ടത്. ഇൻ കേസ് 6 മണിക്ക് ചിലർ എണീക്കായിരിക്കും, ചിലപ്പോൾ ചിലർ 8 മണിക്കായിരിക്കും എണീക്കുന്നത്. പക്ഷേ 6, 8, 10 എത്ര മണിയോ ആയിക്കോട്ടെ, പക്ഷെ എല്ലാത്തിലും ഒരു കൃത്യനിഷ്ഠത നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. കാരണം ചിലർ മോർണിംഗ് പേഴ്സൺസ് ആയിരിക്കും, ചിലർ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. എങ്ങനെ ആയാലും നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ഒരു കൃത്യത, അതായത് ഒരു കൃത്യനിഷ്ഠമായിട്ടുള്ള ഒരു ശീലം പാലിക്കുന്നത് എപ്പോഴും ലൈഫിൽ നമ്മൾ സക്സസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക. അതായത് സെറ്റ് അവർ ഗോൾസ്. നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധം ഉള്ളവരായിരിക്കണം. ചിലപ്പോൾ വീട്ടമ്മയായിരിക്കാം, സ്റ്റുഡൻ്റ് ആയിരിക്കാം, കുട്ടിയായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം, ആരോ ആയിക്കോട്ടെ. വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, സ്റ്റുഡൻറ്റിന് സ്റ്റുഡൻറ്റിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അതേ സമയത്ത് ഒരു വീട്ടമ്മയുടെ ലക്ഷ്യം അവർക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ലക്ഷ്യബോധമില്ലാത്തൊരു യാത്ര നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അതും ഒരു അവസാനത്തിൽ എത്തിയേക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. അപ്പോൾ നമ്മൾ ഏത് തലത്തിൽ നിന്നാലും നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധം ആവശ്യമാണ്. ടിപ്പ് നമ്പർ 3: സ്ഥിരതയാണ് വിജയത്തിൻ്റെ രഹസ്യം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുക. അതായത് തലേ ദിവസം ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് തുടങ്ങി, അത് നമ്മൾ ചെയ്തു, പിറ്റേ ദിവസവും അതുപോലെ തുടർന്ന് പോകുന്നതായിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള ഒരു ചവിട്ടുപടിയും കൂടിയാണ് ഈ സ്ഥിരത എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം തുടങ്ങി പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നതിനേക്കാൾ നമ്മളത് കുറഞ്ഞ ടൈമിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിലും സ്ഥിരതയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏത് ലക്ഷ്യം നമ്മൾ തുടങ്ങി വെക്കുമ്പോഴും സ്ഥിരതയോടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ മൂന്നാമത്തെ ടിപ്പ്. ടിപ്പ് നമ്പർ 4: ദിവസവും നമ്മുടെ സ്വപ്നങ്ങൾക്കായി 1 അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ നമ്മൾ മാറ്റിവെക്കണം. അതായത് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നിന്നും നമ്മൾ അധിക സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉറക്കത്തിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ചിലപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് അതിലും ഉയർന്ന ഒരു ജോലിയിൽ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും അവരുടെ സ്വപ്നം. ആ സ്വപ്നത്തിലോട്ട് അവരെത്തണമെങ്കിൽ അവരുടെ വർക്ക് കഴിഞ്ഞ്, അവരുടെ ഡെയിലി റുട്ടീൻസ് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് അത് പഠിക്കാനുള്ള ടൈം അവർ കണ്ടുപിടിക്കണം. ആ 2 മണിക്കൂറിനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അവരുടെ ലൈഫ് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അവരും അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് ഇടേണ്ടതുണ്ട്. അതിനായിട്ട് അവരും മോർണിംഗോ ഈവനിങ്ങോ നൈറ്റോ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു കൃത്യമായിട്ടൊരു ദിവസം പർട്ടിക്കുലർ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിനായി ചിലവഴിക്കും എന്നുള്ള ഒരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിൽ വേണം. സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഡെയിലി ചിലപ്പം 1 മണിക്കൂർ ആയിരിക്കാം അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്. പക്ഷെ അവരത് കൃത്യതയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ 1 മണിക്കൂർ അതിന് വേണ്ടി തന്നെ ചിലവഴിക്കും. നമ്മുടെ ജീവിതത്തിലെ ഡ്രീംസിനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ച് സമയം നമ്മുടെ ഡ്രീംസിന് വേണ്ടി മാറ്റി വയ്ക്കുക. ടിപ്പ് നമ്പർ 5: നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുക. അതായത് ഒരു കലണ്ടറിലോ നോട്ട്ബുക്കിലോ ഓരോ ദിവസവും നിങ്ങൾ ശീലം പാലിച്ചോ എന്ന് അടയാളപ്പെടുത്തുക. തുടർച്ചയായ അടയാളങ്ങൾ കാണുമ്പോൾ വീണ്ടും ചെയ്യാൻ കൂടുതൽ പ്രചോദനമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളെ എഴുതി വെക്കാനും മറക്കരുത് കേട്ടോ. അവസാനമായിട്ടൊരു ബോണസ്:
സ്വപ്നങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, ഓരോ ദിവസവും അവയ്ക്കായി സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ സ്വപ്ന സാക്ഷാത്കാരം. അപ്പോൾ എല്ലാവരും അവരവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഇടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കൂടുതൽ ലൈക്സ് കിട്ടിയാലേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.